പ്രാർത്ഥന അത് ഗൗരവമായ കാര്യമാണ്. അത് 5 നേരം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എല്ലാവരും പറയുന്നത് എന്താ അറിയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ചെമ്മൻകടവിലെ മുസ്ലിങ്ങളെ, ഇതിന്റെ അർത്ഥം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്താ ഇതിന്റെ അർത്ഥം? നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞു. അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. യാ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ റിപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്ന വാക്ക് എന്താ അറിയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞ ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. എന്റെ മോക്ക് ഹാൻഡിക്യാപ്ഡ് കൊടുക്കാൻ അല്ല വിചാരിച്ചു, തടുക്കാൻ ആരാളുള്ളത്? നമ്മളെ കുട്ടിക്ക് ഓട്ടിസം കൊടുക്കാനുള്ള തീരുമാനിച്ചു, തടുക്കാൻ ആരാളുള്ളത്? നമ്മുടെ കുട്ടിക്ക് മെന്റലി റിട്ടാർഡ് ആക്കാനുള്ള തീരുമാനിച്ചു, തടുക്കാൻ ആരാണുള്ളത്? നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ ഉമ്മക്ക് ക്യാൻസർ കൊടുക്കാനുള്ള തീരുമാനിച്ചു, തടുക്കാൻ ആരാണുള്ളത്? നമ്മുടെ ഏറെ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ വാപ്പക്ക് കിഡ്നി തകരാറിലായി, തടുക്കാൻ ആരുണ്ട്? അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. പടച്ചോനെ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ. ഇത് നിസ്കാരം കഴിഞ്ഞ എല്ലാ മുസ്ലിമും 5 നേരം പറയാ. പിന്നെ നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളെ അള്ളാനെ വിട്ടിട്ട് മറ്റു ശക്തികളോട് ഈ തേട്ടം നടത്തുക, അഭയം ചോദിക്കുക, തവക്കുലി ചെയ്യുക? ഖബറിൽ കിടക്കുന്ന ആളോട് നമ്മൾ എങ്ങനെ പറയും? ഖബറാളി ഞങ്ങൾ പോയി കണ്ടോളിന്ന്, ഇങ്ങനെ ഖബറിന്റെ അടുത്ത് പോവുക, ഖബറാളിക്ക് സലാം പറയാ കേട്ടോ. എന്നിട്ട് ഈ ഖബറിനെ കുറിച്ച് ഓർക്കുക, ഖബറിൽ കിടക്കുന്ന വാപ്പാനെ കുറിച്ച് ആലോചിക്കുക, ഉസ്താദിനെ കുറിച്ച് ആലോചിക്കുക. നല്ല മനുഷ്യനായിരുന്നു ഉസ്താദ്, പടച്ചോനെ ഇവരൊക്കെ പോണ സ്വർഗത്തിൽ ഞങ്ങളെ ആക്കണേ അല്ലാ, പറഞ്ഞോളി, പ്രാർത്ഥിച്ചോളി. പക്ഷെ ഖബറാളിയോട് പറയരുത്. ഇതെന്താണ് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകാതെ പോകുന്നത്? അത്രേ ഉള്ളൂ.